മാലാഖമാരും വനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളാ. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, പെസഹാക്കാലം 5-ാം ഞായർ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നെ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്കായി ഇതാ സ്വർഗത്തിൽ ഭവനം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. നമുക്ക് കർത്താവിൻ്റെ വഴികളിലൂടെ, കർത്താവിൻ്റെ സത്യത്തിലൂടെ, കർത്താവിൻ്റെ ജീവനിലൂടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഈ പരിശുദ്ധമായ ബലിയെ പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുവാൻ നമ്മൾ യോഗ്യരായി തരുവാൻ നമ്മുടെ ചിന്ത വഴി, വാക്ക് വഴി, പ്രവൃത്തികൾ വഴി വന്നുപോയ എല്ലാ തെറ്റുകൾക്കും നമുക്ക് മാപ്പപേക്ഷിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഏറ്റുവല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
സർവൈക ശക്തനാം ദൈവമേ, സാധനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാശുത്തിൽ നേർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിലെന്നും പെസഹാരഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്ഥാനത്താൽ നവീകൃതരാകുവാൻ അങ്ങിടയാക്കിയവർ അങ്ങേ സംരക്ഷണത്തിന് സഹായത്തിന് കീഴിൽ സമൃദ്ധമായ ഫലങ്ങൾ പ്രകടിക്കുവാനും നിത്യജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചതോടെ പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, പീലിപ്പോസ്, പ്രൊക്കറോസ്, നിക്കനോർ, തീമോൻ, പർമനോസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുൻപിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു.
കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, സജീവശിലയായ ക്രിസ്തുവിനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ, സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അതവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചെയ്തു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിൽ വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും.
ഞാൻ പോകുന്നിടത്ത് വഴി നിങ്ങൾക്കറിയാം. തോമാസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങളവനെ അറിയുന്നു, നിങ്ങളവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചിരണമേ, ഞങ്ങൾക്കത് മാത്രം മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെസഹാക്കാലം 5-ാം ഞായറാഴ്ച. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കേണ്ട. ഞാൻ ഇതാ സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് നല്ലൊരു ഭവനം ഒരുക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ കർത്താവ് ശാശ്വതമായ പരിഹാരമൊരുക്കുകയാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ വരട്ടെ, എന്തെല്ലാം രോഗങ്ങൾ വരട്ടെ, അവിടെയൊക്കെ മധ്യേ ആശ്വാസമായിട്ട് ഈശോ കൂടെയുണ്ട്. അപ്പോൾ ഈ ഈശോ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം. അത് ഈശോ പറയുകയാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന്. തോമാസിലേക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, അങ്ങ് അങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. പ്രിയമുള്ളവരെ, വഴി കാണിച്ചു തരുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം വർഷങ്ങളോളമാണ് ഈജിപ്തിൽ കഴിഞ്ഞുകൂടിയത്. ഇസ്രായേൽ ജനതയെ മോശ ദൈവത്തിൻ്റെ ശക്തമായ കരത്താലെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വഴി കാണിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വഴി തെളിച്ചു കൊടുക്കുന്നവനായി നമ്മുടെ അധ്യാപകർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാവരും മറ്റുള്ളവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുന്നവരായി, കാണിച്ചു കൊടുക്കുന്നവരായി മാറണം. നമ്മളുടെ മുമ്പിൽ കർത്താവ് നന്മയുടെ തിന്മയുടെയും വഴികൾ വെച്ചിട്ടുണ്ട്. നന്മയുടെ വഴികൾ തിരഞ്ഞെടുത്താൽ നല്ലവരായി മാറും. തിന്മയുടെ വഴികൾ തിരഞ്ഞെടുത്താൽ നാം തിന്മയുള്ള വ്യക്തികളായിത്തീരും. അപ്പം അതുകൊണ്ടാണ് കർത്താവിൻ്റെ വഴികൾ എത്രയോ സുന്ദരമാണ്. കർത്താവ് പലപ്പോഴും ദുർഘടമായ പ്രശ്നങ്ങളിൽ തന്നെ വഴികളിലൂടെ നമ്മെ കടത്തിവിടും. ശിഷ്യന്മാർ പോലും എന്തോരം പ്രയാസം അനുഭവിച്ചത്. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പലവിധത്തിൽ അസ്വസ്ഥതകൾ, വേദനകൾ, ദുഃഖങ്ങൾ, പഴയ ജോലിയിലേക്കൊക്കെ അവരിങ്ങനെ പുറകിലേക്ക് പോവുകയാണ്, പഴയ ജോലിയിലേക്ക്. ഈശോ അവർ വഴിയിലേക്ക് വന്ന്, എമ്മാവുസ് എന്ന വഴിയിലേക്ക് വന്ന് തിരിച്ച് വീണ്ടും അവരെ കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് വരികയാണ്, ദൈവം വസിക്കുന്നിടത്തേക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വഴികൾ കൃത്യമായിരിക്കണം, വഴികൾ തെറ്റിപ്പോകരുത്. അതുകൊണ്ടല്ലേ ലൂക്കാസ് 15-ാം അധ്യായത്തിൽ വഴിതെറ്റിപ്പോയ ധൂർത്തപുത്രന് ദൈവമായ കർത്താവ് തിരിച്ചു വന്ന് നല്ലവനായിട്ട് മാറാൻ വഴി തെളിച്ചു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കർത്താവിൻ്റെ വഴികൾ വിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴികളിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണിത്. ഈ ഉദ്ധാന ദിവസങ്ങളൊക്കെ കർത്താവിങ്കിലേക്ക്, കർത്താവിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരാനുള്ള സമയം. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഒരു തത്വജ്ഞാനിയാണ് ലാബോസ. ലാബോസ എല്ലാ ജനങ്ങളോടും പറയുന്നത്, നിങ്ങൾ പ്രകൃതിയിലേക്ക് തിരിയുക, എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് തിരിയുക. ഈ പ്രകൃതിയിലേക്ക് തിരിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം, നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോൾ ഈ എല്ലാവരും പ്രകൃതിയിലേക്ക് തന്നെ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? അത് ലാബോസയ്ക്ക് ഉത്തരമില്ല. ലാബോസ പറയുന്നു, മരിച്ചു കഴിയുമ്പോൾ എങ്ങോട്ട് പോകുന്നറിയില്ല. ഈശോ പറയുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ
എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും. വഴി കാണിക്കുന്നവനാണ് കർത്താവായ യേശു. ഒരിക്കൽ ഒരു മകൻ മരിക്കുവാൻ തീരുമാനിക്കുകയാണ്. അവൻ മരിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് മരിക്കുന്ന മുമ്പായി ഒരു ഹോട്ടലിൽ ചെല്ലുന്നു. അവിടെ മുറിയെടുക്കുന്നു. വളരെ വേദനയോടെ ദുഃഖത്തോടുകൂടെ ആ ഹോട്ടൽ തൂങ്ങി മരിക്കാൻ വേണ്ടി അവനിങ്ങനെ ഒരുങ്ങിയാണ്. അപ്പോൾ ജനല പതുക്കെ തുറന്നു നോക്കിയപ്പോൾ അങ്ങ് അകലെ ഒരു ക്രൂശിത രൂപം, വലിയ വെളിച്ചത്തോടെ ഒരു ക്രൂശിത രൂപം. ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി അവനിങ്ങനെ കുറേ നേരം നിന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ ആ ക്രൂശിത രൂപത്തിലേക്ക് നടന്ന് ചെന്നപ്പോൾ അത് മനോഹരമായ ദേവാലയമാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. കുറേ നേരം ആ മകനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരി അച്ഛനെ കണ്ടു. അച്ഛനോട് ഇവൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മരിക്കാൻ വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തതാണ്. എല്ലാ കയറുകളൊക്കെ ശരിയാക്കി തൂങ്ങി മരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ക്രൂശ് രൂപം കാണുന്നത്. ഈ ക്രൂശ് രൂപത്തെ കണ്ട് എന്തോ ഒരു പ്രത്യേകത എന്നെ ആകർഷിച്ചു. ഞാൻ നേരം വെളുത്തപ്പോൾ ഇതാ പള്ളിയിലേക്ക് വന്നു, ഇവിടെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പക്കൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ വന്നു. അപ്പം അച്ഛൻ അവന് വായിക്കാനായിട്ടൊരു പുസ്തകം കൊടുത്തു. സഹനങ്ങളെല്ലാം പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായി മാറി വന്നു. പ്രിയമുള്ളവരെ, ആ പുസ്തകം കൊടുത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇത് വായിച്ച് കഴിയുമ്പോൾ നിനക്ക് തപാല അഴിച്ചു തന്നാൽ മതിയെന്ന്. പ്രിയമുള്ള ആ പുസ്തകമായിട്ട് പോയി. പിന്നീട് ഒരിക്കലും മരിക്കണമെന്ന്, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ് അന്ന് ആ വൈദികൻ നൽകിയ ആ പുസ്തകത്തിലൂടെ അവന് വെളിച്ചമായി മാറിയത്. പ്രിയമുള്ളവരെ, ഒരു ക്രൂശ് രൂപം വഴി ആ മകൻ്റെ ജീവിക്കുവാനുള്ള വലിയ കൃപ. അതുകൊണ്ടല്ലേ ഈശോ കർത്താവ് പറയുന്നു, പിതാവിലേക്കുള്ള വഴി ഞാനാണ്, സത്യത്തിലേക്കുള്ള വഴി ഞാനാണ്. കാരണം സത്യത്തിന് വേണ്ടി മരിച്ചവനാണ് കർത്താവായ ഈശോ. എല്ലാവരും തെറ്റുകളും പാപങ്ങളൊക്കെ അവയെല്ലാം പുറത്ത് എല്ലാവരും സത്യത്തിലേക്ക്. സക്കേവസ് അന്യായം കാണിച്ചവനാണ്, ശമരിയാക്കാരി അന്യായം കാണിച്ച, അവരെല്ലാം സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ഈശോ കർത്താവ് കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഈശോയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ സത്യദൈവത്തെ കാണുവാൻ സാധിക്കുക. കാർഡിനാൾ ന്യൂമാൻ പറയുകയാണ്, ഞാൻ എത്രയോ വഴിതെറ്റിപ്പോയി, നിത്യമാം വെളിച്ചമേ എന്നെ അങ്ങിലേക്ക് നയിക്കണമേ എന്നാണ് അദ്ദേഹം കപ്പൽ യാത്രയിൽ വഴിതെറ്റുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക. നിത്യമായ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ് കാർഡിനാൾ ന്യൂമാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈശോ കാൽവരിയിലേക്ക് കുരിശ് വഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും അർപ്പിച്ചാണ് നമുക്ക് ജീവൻ നൽകുക. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ജീവനായി തീരുവാൻ നമ്മെ തന്നെ മുഴുവനുമായി ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ, ചെറിയ ആശ്വാസത്തിലൂടെ, ഒരു ക്ഷമയിലൂടെ, ഒരു സ്നേഹപ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ജീവനായി മാറുന്ന വ്യക്തികളായി തീരുക. ഈശോ പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യഥാർത്ഥ വഴിയായ പിതാവായ ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴിയായ ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഈശോ ആകുന്ന സത്യത്തിലൂടെ സ്വർഗീയമായ സത്യത്തിലേക്ക് നടന്നെടുക്കാം. ഈശോയാകുന്ന വഴിയും സത്യത്തിലൂടെ സ്വർഗീയ ജീവനിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഭക്തിപൂർവ്വം ഏറ്റുമെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൻ ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമനസ്സരിയം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശ്ലകൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുവാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ,
പെസഹാ മഹോത്സവത്തിൽ കൂടുതൽ തീഷ്ണയോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെ കാരുണ്യപുരം സ്വീകരിക്കുമാറാകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ബലമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്യുന്ന സമാധാന സന്തോഷവും ലോകം മുഴുവൻ അനുഭവിക്കുവാനും നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും എല്ലാ കർദിനാൾമാർ, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, മറ്റെല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ക്ലേശരായ നമ്മുടെ സഹോദരൻ സ്വന്തം വേദനകൾ ആർക്കും തങ്ങൾ എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം സന്തോഷമാക്കി മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടും ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുവാനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ. എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയതാലമതേകിടാ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ. ഹൃദയതാലമതേകിടാ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ. നിൻഹിതം പോലെ കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ. എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധമായ ബലിയുടെ ഭക്തിയാദരവോടെയുള്ള വിനിമയത്താൽ ഏകപരമോന്നതമായ ദൈവീക പ്രകൃതിയിൽ ഞങ്ങളെയും പങ്കാളികളാക്കുവാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ അനിയുക്തമായ ജീവിത ശൈലിയുടെ ഞങ്ങൾ പ്രാപിക്കുവാനും അങ്ങ് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതനമായ ബലികൾ കുരിശിന്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ആകയാൽ ആമോദ വായ്പിലമരുമാ സ്വർഗീയ ഗായകർ, മാലാഖമാർ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തു ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചു വീടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പി പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ഈശോയുടെ ക്രൂശിതത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിക്കും. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രി പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ അർഹരാക്കി തീർത്തന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയോടും മറ്റെല്ലാ മെത്രാന്മാരും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതെത്തിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാ മരിച്ച വിശ്വാസികളെയും അങ്ങേ സ്വർഗസന്നിധിയിൽ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങേ കാരുണ്യത്തിൻ്റെ മുഖം അവരിലേക്ക് ചൊരിയണമേ. ഈ എളിയവരായ ഞങ്ങളിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, ഇന്ന് വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കാതെ, ഇന്ന് പ്രത്യേക പ്രാർത്ഥനാശയം അയച്ചിരിക്കുന്നവരെയും കൊറോണ രോഗങ്ങൾ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സർവത്രിക സഭയുടെ മധ്യസ്ഥനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ ഔസേപിതാവോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധനുമൊത്ത് കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശ്രമത്ത് നിത്യജനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി
ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ ഇന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ സുഖനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇനിയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, സ്നേഹം തന്നവരെ, ദിവ്യഗാന സമയമാണ്. നമുക്ക് ഈശോയെ ഭക്തിപൂർവം ആദരങ്ങളിൽ ആത്മാവിൽ സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൻ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരിപ്പോൾ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരിപ്പോൾ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാ, ഹൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. ആത്മനാഥായി നിൻ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാ, ഹൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടുകൂടി ആയിരിക്കണമേ എന്നും സ്വർഗീയമായ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിതശൈലിയിൽ നിന്നും നവജീവനിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ശിരസമിച്ച് ആശീർവാദം സ്വീകരിക്കുമല്ലോ. തന്റെ ഏകജാതന്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം ഞങ്ങൾക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവം തന്റെ ആത്മീയമായ കൃപയാൽ ആനന്ദഭരിതമാക്കുവാൻ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വതമായ സ്വാതന്ത്ര്യത്തിന് ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരുവാനും ഇടവരികയും ചെയ്യുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് സ്വർഗീയമായ സന്നിധിയിൽ എത്തിച്ചേരുവാൻ യോഗ്യനായി തീരുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർലോകറാണി
റാണി നിന്നിൽ നിന്നാഗതനായി രക്ഷകദീപം നിന്നിൽ നിന്നാഗതനായി രക്ഷകദീപം ഞങ്ങളും നിന്മക്കളല്ലോ നിന്ദുവിസൂനുവോടുന്നു ഞങ്ങളും നിന്മക്കളല്ലോ നിന്ദുവിസൂനുവോടുന്നു കനിവാർന്നു പ്രാർത്ഥിക്കതായേ സ്നേഹം നിറഞ്ഞവൾ നീയേ കനിവാർന്നു പ്രാർത്ഥിക്കതായേ സ്നേഹം നിറഞ്ഞവൾ നീയേ സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതനായി രക്ഷകദീപം നിന്നിൽ നിന്നാഗതനായി രക്ഷകദീപം